Morning. Magic morning. Magic morning. Magic morning. Magic morning. Magic Magic morning. Magic morning. Okay. എങ്ങനെയുണ്ടായിരുന്നു സൺഡേ ഒക്കെ എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തോ? ചെയ്തു. Okay, fine. Then okay, വിസ്മയപ്പില്ലേ? Okay, fine. ഓക്കെ, അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് സെഷനിലേക്ക് പോവാം. ഓസ്റ്റിൻ സർ റെഡി ആണല്ലോ അല്ലേ? Yes. ഓക്കെ, ഫൈൻ. then നിങ്ങൾ ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാരും? മൈക്കിൾ ജോർദാൻ എന്നാണ്, മീൻസ് ഒരു ആരാണ് മൈക്കിൾ ജോർദാൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു നമ്മുടെ പോസ്റ്ററിൽ അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്റ്റിൻ സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓസ്റ്റിൻ സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൈക്കിൾ ജോർദൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ചാണ്. ഞാൻ ഈ ടോപ്പിക് സെലക്ട് ചെയ്യാനുള്ള റീസൺ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ എടുത്ത ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കൺസിസ്റ്റൻസിനെയും പെർസീവറൻസിനെയൊക്കെ കുറിച്ച് പറയുന്നു. അതായത് നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് അറ്റമെത്തണവരെ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ പറഞ്ഞ ഈ ഒരു ഇദ്ദേഹത്തിന്റെ സ്റ്റോറി സെലക്ട് ചെയ്ത്. ഈ മൈക്കിൾ ജോർദാനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? പുള്ളി ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ആരെങ്കിലും ഒന്ന് സംസാരിക്കാവോ? അറിയില്ലെങ്കിൽ നോന്നടിച്ചോ. അറിയാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും 2 വാക്ക് ജോർദാനെ കുറിച്ച് പറയാവോ? എല്ലാരും ഉറങ്ങാണോ? മെഡിറ്റേഷൻ കഴിഞ്ഞു, എഴുന്നേറ്റ് വരൂ. ഓക്കെ, നോ വെരി ഗുഡ്. വേറെ ആരെങ്കിലും? ബാസ്കറ്റ് ബോൾ, വെരി ഗുഡ്. സുബ്രഹ്മണ്യൻ സാർ, താങ്ക് യു. വേറെ ആരെങ്കിലും 2 വാക്ക് പറയാനായിട്ട്? ഓക്കെ, അൻമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. നോ. ഓ, കൂടുതലും പേർക്ക് നോയാണ്. സോ ഐ ആം സോ ഹാപ്പി. കാരണം അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു കഥ ഒരു ഷോർട്ടായിട്ട് ഞാൻ പറയാം. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ആണോ? കഥയൊക്കെ ഇഷ്ടമാണോ? എവിടെ യെസ് ഓ നോ ഒക്കെ അടിക്കുക. യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ്. മൈക്കിൾ ജോഫ്രി ജോർദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വരുന്നത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരൻ മാത്രമല്ല. ഞാൻ ഇന്ന് സ്ലൈഡ്സിലൊക്കെ കുറച്ച് പിക്ചേഴ്സ് ഇട്ടിട്ടുണ്ട്. അതായത് വായുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു സെക്കൻഡ്, എന്നൊന്ന് കോ ഹോസ്റ്റ് ആക്കാവോ? സ്ലൈഡ് ഷെയർ ചെയ്യാണ്ടായിരുന്നേ അജീഷ. ഓക്കെ, ഇദ്ദേഹം പലപ്പോഴും ഈ ബാസ്കറ്റ്ബോളിലൊക്കെ എന്താ പറയാ ഏറ്റവും ടോപ്പില് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം അദ്ദേഹം കളി തുടങ്ങുകയും ആ കളിയിലൂടെ വലിയ ആളായിട്ട് മാറിയൊന്നുമല്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. അപ്പം നമ്മൾ ഇന്ന് ജോർദാനെ കുറിച്ച് കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഇറ്റ്സ് സംതിങ് ലൈക്ക് നമുക്കൊന്ന് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കാണാം. ഓക്കെ, സെക്കൻഡ്. സോ ഈ ഒരു പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റുമായിരിക്കും. അദ്ദേഹം ആ ബാസ്കറ്റ് ത്രോ ചെയ്യുന്നതിന്റെ എനിക്ക് തോന്നുന്നു വെറുതെ അങ്ങ് പറക്കിട്ടാൽ മതി. കാര്യം അത്രയും ഹൈറ്റില് ഉയർന്നിട്ടാണ് അദ്ദേഹം ആ ഒരു ത്രോ ചെയ്യുന്നത്. മിക്കവാറും അദ്ദേഹത്തിന്റെ കളികളിലൊക്കെ ഇങ്ങനെയാണ് അദ്ദേഹം കളി ജയിക്കുന്നത്. അദ്ദേഹത്തിനെ ക്ലച്ച് പ്ലെയർ എന്നാ പറയാ. എന്ന് വെച്ചാല് കളിക്ക്
ഏറ്റവും നിർണായകമായ സമയത്ത്, കളി തോറ്റു എന്ന് പറയുന്ന സമയത്ത് പോലും ഇദ്ദേഹം വിജയത്തിലേക്ക് നേടുകയായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ 1963 ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പോൾ ഒരു സാധാരണ അമേരിക്കൻ കുടുംബം, അതിൽ 5 മക്കളിൽ ഇദ്ദേഹം ഒരാളായിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ഈ കായിക ഇനങ്ങളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ബാസ്കറ്റ്ബോൾ ആയിരുന്നു പുള്ളിയുടെ ഒരു ലോകം. അപ്പൊ അവിടെ കളിക്കുമൊക്കെ പുള്ളി കളിക്കുമായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഏറ്റവും വലിയ ഡ്രീം അന്നത്തെ കാലത്ത് സ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിൽ കയറുക എന്നായിരുന്നു. അപ്പം 15 വയസ്സുള്ള സമയത്ത് ജോർദാൻ ഒരു ഹൈസ്കൂൾ ടീമിലുള്ള ഒരു ട്രൈഔട്ടിൽ പങ്കെടുത്തു. പക്ഷെ അദ്ദേഹത്തെ ലിസ്റ്റ് വന്നപ്പോ അദ്ദേഹത്തിന്റെ പേരില്ല. 2 കാരണങ്ങളാണ് ബേസിക്കലി അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ പേരുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഒന്ന്, ഇദ്ദേഹത്തിന്റെ ആ ടീമിൽ വന്നാലാണല്ലോ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ബേസിക് ആയിട്ട് അദ്ദേഹത്തിന് അവർ പറഞ്ഞ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് പൊക്കമില്ല. 5 അടി 11 ഇഞ്ച് എന്റെ ഉയരാണ്, അത്രയും പൊക്കമുള്ളൂ. പക്ഷെ അവിടെ ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരനൊക്കെ അറിയാലോ, മിനിമം ഒരു പൊക്കം ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേണ്ടത്ര ഷോട്ടുകൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പൊക്കമില്ലാത്തതിന്റെ പേരില് സ്കൂൾ ടീമിൽ നിന്ന് എന്താ പറയാ ഒഴിവാക്കി. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. കാര്യം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു സ്കൂൾ ടീമിൽ എത്താന്നുള്ളത്. അപ്പൊ ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് എന്താ വെച്ചാൽ വീട്ടിന്റെ റൂമിൽ കയറി ഇരുന്ന് കരച്ചിൽ തുടങ്ങി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അവരുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, ഗോ ആൻഡ് പ്രാക്ടീസ് ആൻഡ് പ്രൂവ് ഹൂ യു ആർ എന്നാണ് അമ്മ പറഞ്ഞു കൊടുത്തിട്ട് ഉപയോഗം. നമ്മളാണെങ്കിൽ മോനെ സാറിലടാ പോട്ടെ സഹിക്കുന്ന നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ നമ്മുടെ കാരണന്മാര് പറയുമ്പോൾ അവന്റെ അമ്മ പറഞ്ഞു വെച്ചാല് ഗോ ആൻഡ് ഡു യുവർ എഫേർട്സ് ആൻഡ് ഷോ ദാറ്റ് ഹൂ യു ആർ. അപ്പൊ അന്ന് അവൻ എടുത്തൊരു പ്രതിജ്ഞയാണ്, ഞാൻ ഇതിന് എന്റെ ഹാർഡ് വർക്ക് കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം മറുപടി കൊടുക്കുമെന്നുള്ള ഒരു വലിയ പ്രതിജ്ഞ. അങ്ങനെ വാഴ്സിറ്റി ടീമിൽ നിന്ന് പുറത്തായ ജോർദാൻ ജൂനിയർ വാഴ്സിറ്റി ടീമിലായിരുന്നു. അപ്പൊ സീനിയർ ടീമിലാണ് അദ്ദേഹത്തിന് പറ്റാഞ്ഞത്. അവിടെ ഓരോ മത്സരവും പുള്ളിക്കാരൻ കളിക്കാന്ന് വെച്ചാല് അവസാന മത്സരമാണ് എന്റെ ലാസ്റ്റ് മത്സരം എന്നുള്ള രീതിയിൽ കളിക്കുക. അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാല് രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിലെത്തി. അതായത് ബാക്കി കുട്ടികളൊക്കെ പ്രാക്ടീസിന് വരുന്നതിന് മുമ്പ് തന്നെ ജോർദാൻ ക്ലാസ്സിൽ വരും. അതുപോലെ തന്നെ ഏറ്റവും അവസാനം എല്ലാവരും പരിശീലനമൊക്കെ പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഇദ്ദേഹം പരിശീലനത്തിന് പോവുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടാവുകയും നമ്മൾ അതിന് കഠിനാധ്വാനം ചെയ്യുമ്പോഴും നമ്മുടെ വർക്കിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ പോലും മാറ്റങ്ങൾ വരുമെന്നാണ് ജോർദാന്റെ ജീവിതം നമുക്ക് തെളിയുന്നത്. കാരണം ഈ ഉയർന്നു ചാടാനുള്ള ആഗ്രഹവും കഠിനമായ പരിശീലനവും അദ്ദേഹത്തിന്റെ ഉയരം 1 വർഷം കൊണ്ട് 4 ഇഞ്ചാണ് ഉയർന്നത്. ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. കാര്യം ഒരു 16 വയസ്സായ ഒരു പയ്യൻ അല്ലെങ്കിൽ 15-16 വയസ്സിലേക്ക് എത്തുന്ന ഒരു പയ്യൻ പിന്നീട് 1 വർഷം കൊണ്ട് 4 ഇഞ്ച് ഉയരം വെക്കാന്ന് പറഞ്ഞാല് വാട്ട് ഈസ് എ മാജിക് ഓൺ ഇറ്റ്? ലൈക്ക് ഇറ്റ്സ് ദ പവർ ഓഫ് മൈൻഡ്. ലൈക്ക് അവന് ശക്തിയായി അദ്ദേഹത്തിന്റെ എന്താ പറയുക ടീമിൽ എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തീവ്രമായി പരിശീലിച്ചപ്പോ, അതുപോലെ തന്നെ ഈ ബോളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചാടുന്ന സമയത്ത് നമ്മുടെ മനസ്സ് തന്നെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. സോ വെൻ യു ജംപ് ടു പുട്ട് ആയിട്ട് നമ്മുടെ ബോഡി തന്നെ വളരെ 4 ഇഞ്ചൊക്കെ ഉയരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് സംതിങ് അമേസിങ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ച് വാഴ്സിറ്റി ടീമിൽ ഹൈസ്കൂൾ ടീമിൽ തിരിച്ചെത്തി. അങ്ങനെ ബാസ്കറ്റ്ബോളിന്റെ താരമായിട്ട് മാറി. അപ്പം ഹൈസ്കൂളിലെ പ്രകടനം പിന്നെ നമ്മളെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള UNC എന്ന് പറയുന്ന കരോലിന യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനം നേടിക്കൊടുത്തു. 1982 ജോർദാനക്കാരിൽ ആദ്യത്തെ വലിയ വഴിത്തിരിവുണ്ടായി. NCAA ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിക്കെതിരെ മത്സരം തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോ അദ്ദേഹം നേടിയ വിജയകരമായ ഷോട്ട് UNCനെ, അതായത് കരോലിന യൂണിവേഴ്സിറ്റിയെ വിജയത്തിലേക്ക് നയിച്ചു. അപ്പൊ ആ ഷോട്ട് കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തു, ക്ലച്ച് പ്ലെയർ എന്നാണ് അവർ വിളിച്ചിരുന്നത്. ക്ലച്ച് പ്ലെയർ എന്ന് വെച്ചാൽ നിർണായക സമയത്ത് കൊടുക്കുന്ന ഒരു ഷോട്ട്, കളി തന്നെ തിരിക്കുന്ന ഒരു ഷോട്ട്. അയ്യോ ആരാണ്? സോ ആ ഒരു ഷോട്ടിലൂടെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരാളായിട്ട് മാറുകയാണ്. പിന്നെ ഇദ്ദേഹം എന്താ പറയാ, പിന്നെ ഇദ്ദേഹം
പല കളികളും കളിച്ചു. പല കളികളിലും അദ്ദേഹത്തിന്റെ വിജയ പ്ലേസ്മെന്റ്സ് ഒക്കെ നടന്നു. പലതിലും പരാജയപ്പെട്ടെങ്കിലും, ഒരുപാട് കാര്യങ്ങളിൽ പ്ലേ ഓഫുകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ജോർദാൻ ഒരിക്കലും തളർന്നിട്ടില്ല. ഞാൻ നെക്സ്റ്റ് ഒരു സ്ലൈഡിൽ അദ്ദേഹത്തിന്റെ ഒരു കോട്ട് കാണിക്കുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹം എത്ര പരാജയങ്ങൾ ഏറ്റുവാങ്ങി എന്നുള്ളത്. അപ്പൊ ഓരോ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്തും ഇദ്ദേഹം ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കളിയെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താന്നുള്ളതാണ്. അപ്പം ഈ ഒരു എന്താ പറയുക, ജോർദാൻ റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ടാക്കി. നമുക്കറിയാം പലപ്പോഴും നമ്മൾ കളിക്കുന്ന സമയത്ത് ബെസ്റ്റ് പ്ലേയേഴ്സ് ലൈക്ക് ഇപ്പൊ മെസ്സി കളിക്കുന്നു, അല്ലെങ്കിൽ റൊണാൾഡോ കളിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ബ്രസീലിന്റെ ഉള്ള സമയത്തൊക്കെ റൊണാൾഡീനോ കളിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ലേറ്റ് എംബാപ്പെ ടീം. അപ്പൊ എന്താ വെച്ചാൽ ഒരു ഓപ്പോസിറ്റ് ടീം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരാള് നല്ലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്ലേ സ്റ്റൈൽ എന്താണ്, ഇദ്ദേഹത്തെ എങ്ങനെയാണ് ഇവര് സ്കോർ ചെയ്യുന്നത്. അപ്പൊ ഇവൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടീം ജയിക്കുന്ന അവർക്ക് അറിയാം. അപ്പൊ എന്ത് ചെയ്യുക, കോച്ചും ടീം അംഗങ്ങളും കൂടി എന്താണ് അവരൊരു ടാക്ടിക്സ് പ്ലാൻ ചെയ്യുക, ഇവൻ അനക്കരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ജോർദാൻ കളിക്കുന്ന കളിയിലാണെങ്കിൽ ജോർദാൻ അനക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ജോർദാൻ റൂൾസ് എന്ന് പറഞ്ഞ തന്നെ ഓരോ കോച്ചുമാരും ഡിസൈൻ ചെയ്യുന്നു, എങ്ങനെയാണ് ജോർദാന് പൂട്ടാൻ പറ്റുക. അപ്പൊ അവര് വേറെ ഒരു പ്ലേയേഴ്സിന് നോക്കില്ല, ഒരു 2-3 പ്ലേയേഴ്സിനെ ജോർദാന്റെ ഷോട്ട്സിനെ ഒഴിവാക്കാനും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി വയ്ക്കും. അപ്പം അറിയാലോ, കൂടുതൽ സ്ട്രെസ് ആണ് അവർക്ക് മറ്റൊരു കോച്ചിനെ പോലെ. അപ്പം എന്താ പറയുക, ഇദ്ദേഹം വളരെ വിജയകരമായി ചെയ്തതാണ് അദ്ദേഹത്തിന്റെ കോച്ച് ഫിൽ ജാക്സന്റെ ട്രയാങ്കിൾ ഒഫൻസ് എന്ന് പറഞ്ഞ ഒരു തന്ത്രം വളരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റും. അത് മാത്രമല്ല, പുള്ളിയുടെ കൂടെയുള്ള ടീമിന്റെ ഓരോരുത്തരുടെയും വിശ്വാസം തിരിച്ചെടുക്കാനും പറ്റും. ഇത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സെറ്റ് ബാക്ക് വരുന്നത്. 1993 കരിയറിന്റെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. അതായത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കൂടെ നിന്ന ഒരാള് മരിച്ചത് അവന് ഭയങ്കര ഒരു സങ്കടമായി. അങ്ങനെ അദ്ദേഹം കളിയിൽ നിന്ന് ഒറ്റ ദിവസം കൂടി വിരമിക്കുകയാണ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുമ്പോൾ. കാര്യം പുള്ളിക്ക് ആ ഒരു സ്ട്രെസ് താങ്ങാൻ പറ്റാതെ. അപ്പൊ വീണ്ടും താഴേക്ക് പോയി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാല് ഇദ്ദേഹം കുറച്ചു നാള് ബേസ്ബോൾ, അദ്ദേഹത്തിന്റെ പിതാവിന് ഒരു ആഗ്രഹമായിരുന്നു മോൻ ബേസ്ബോൾ കളിക്കണം. അപ്പൊ ബേസ്ബോളിലും അദ്ദേഹം കളിച്ചു. ഒരു AA ടീം വരെയൊക്കെ അദ്ദേഹം കളിച്ചു. പിന്നെ 1995 വീണ്ടും ബാസ്കറ്റ്ബോളിലേക്ക് തിരിച്ചെത്തി. പുള്ളി ഒറ്റ കാര്യം പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളൂ, ഐ ആം ബാക്ക്, ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. 1996 മുതൽ 1998 വരെ ബുൾസ് എന്ന് പറയുന്ന ടീമിനെ വീണ്ടും 3 കിരീടങ്ങളിലേക്ക് നയിച്ചു. 1998 ഫൈനലിലെ യൂട്ട ജാസിനെതിരെ മത്സരം തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം നേടിയ വിജയ ഷോട്ട് ബാസ്കറ്റ്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ ഒന്നായിട്ട് കണക്കാക്കുന്നു. 1999 പിന്നെയും അദ്ദേഹം വിരമിക്കുന്നത്. എന്നാൽ വാഷിംഗ്ടൺ വിസാർഡ്സിന് വേണ്ടിയിട്ട് ഏകദേശം 2001 പിന്നെയും അദ്ദേഹം കളിയിലേക്ക് മടങ്ങി. 2003 40ാമത്തെ വയസ്സിൽ അദ്ദേഹം പൂർണ്ണമായും കളിയിൽ നിന്ന് വിരമിച്ചു. ഇതിലേറ്റവും ഈ ജോർദാന്റെ കഥ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഒരുപാട് നമ്മളെ പ്രചോദിപ്പിക്കാനായിട്ട് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ശാരീരികമായ പ്രതിസന്ധി നമ്മൾ എന്താ വിചാരിക്കുക, നമുക്ക് പറയാൻ വലിയൊരു എക്സ്ക്യൂസ് ഉണ്ട്. എന്താണ്, എനിക്ക് പൊക്കമില്ല, വാട്ട് ക്യാൻ ഐ ഡു, പൊക്കം എന്റെ സൃഷ്ടിയല്ല, ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സൃഷ്ടിയെ എനിക്ക് എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് പലപ്പോഴും നെഗറ്റീവ് ഇതിലേക്ക് പോകുന്ന ഓരോ ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ജോർദാന്റെ ലൈഫ് എന്താ നമ്മളെ കാണിച്ചിരുന്നത്, നിങ്ങൾക്ക് പൊക്കമില്ലെങ്കിൽ പോലും ഇഫ് യുവർ ഡിസയർ ഈസ് സ്ട്രോങ്, നിങ്ങളുടെ പൊക്കം പോലും നിങ്ങളുടെ ലൈഫിൽ എന്താ പറയാ തിരിച്ച് നമുക്ക് ലഭിക്കുമെന്നുള്ളൊരു വലിയൊരു മെസ്സേജ്. കാര്യം നമ്മുടെ മനസ്സുകൊണ്ട് ശക്തമായി ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചിടുന്നു. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് എന്റെ അളിയനെ ഓർമ്മ വന്നു. എന്റെ അളിയൻ എന്ന് വെച്ചാൽ എന്റെ വൈഫിന്റെ ബ്രദർ. അപ്പൊ വൈഫിന്റെ ബ്രദർ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 15 years ആയി. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് ചെല്ലുന്ന സമയത്ത് അവൻ അന്ന് +2 പഠിക്കണേ. പക്ഷെ വളരെ പൊക്കം കുറഞ്ഞ പയ്യൻ. നിങ്ങൾ അല്ലെങ്കിൽ +2 എന്ന് പറഞ്ഞാൽ ഈ ജോർദാന്റെ ഒക്കെ പ്രായമായി 17 വയസ്സുള്ള സമയത്തും ഇവന് പൊക്കമില്ല. അപ്പം പള്ളിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ റീഡിങ്ങിനൊക്കെ വരുന്ന സമയത്ത് വലിയ എന്താ പറയാ ഒരു ചെറിയ പീഡൊക്കെ ഇട്ടിട്ടാണ് ഇവൻ ബൈബിളിൽ കയറി വായിക്കുന്നത്. ഇവനെ കണ്ട പറയൂല ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു പയ്യനാണ് എന്ന് ആരും പറയൂല. പക്ഷെ ഇവൻ അതിനുശേഷം എഞ്ചിനീയറിങ്ങിന് പോയി. എനിക്കറിയില്ല, ഒരു 1-2 വർഷം കഴിഞ്ഞ് ഇവൻ തിരിച്ചൊന്നും വേണ്ടില്ല. ഇപ്പൊ എന്നെക്കാളും സൈസ് ഉണ്ട്, എന്നെക്കാളും പൊക്കമുണ്ട്, എന്നെക്കാളും വണ്ണമുണ്ട്, ഒരു വലിയ ആചാനുഭാവ മനുഷ്യൻ.
ഞാൻ അവനോട് ചോദിച്ചു എങ്ങനെയാണ് അത് സാധിച്ചത്. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്ക് അറിയണം. പക്ഷെ പൊക്കമില്ലാത്തതിന്റെ പേരിലുള്ള ഒരു സങ്കടം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും പൊക്കത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുവേണ്ടി പിന്നെ അവൻ ഭക്ഷണം കഴിക്കും. പക്ഷെ എങ്ങനെ അത്രയും പൊക്കം കൂടി എന്നുള്ള സീക്രട്ട് അവൻ ഇപ്പോഴും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ എന്തായാലും ഇപ്പോ ഈ ഒരു ചാപ്റ്ററിലൂടെ കടന്നു പോയപ്പോ എനിക്ക് മനസ്സിലായി, ഇഫ് യു ആർ asking for something and if you are desiring something, even our body shapes also can be changed. The dimensions of our body also will be changed. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്, നമ്മുടെ പല അസുഖങ്ങളെയും വരെ നമുക്ക് മാറ്റാൻ പറ്റും, നമ്മുടെ സെല്ലിനെ മാറ്റാൻ പറ്റും. ഓൺലി വൺ തിങ് ദാറ്റ് യു ബിലീവ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് യു വിൽ വർക്ക് ഫോർ ഇറ്റ്. സോ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയ ഒരു ഫസ്റ്റ് ലെസൺ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ലൈഫിലെ ഫെയിലിയർ ഈസ് ഫ്യൂവൽ നോട്ട് എ ഫൈനൽ സ്റ്റോപ്പ്. അപ്പൊ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സാധനം അത് ഒരിക്കലും എന്താ പറയാ നമ്മളൊരു ഒരു ഫ്യൂവലാണ്, ഒരിക്കലും അതൊരു ഫൈനൽ സ്റ്റെപ്പ് അല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കോട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും വായിച്ച നല്ലതായിരിക്കും. ആരെങ്കിലും വായിക്കാൻ പറ്റുമോ ഈ കോട്ട് എന്താണെന്നുള്ളത്? വായിക്കാം സർ. പറഞ്ഞോളൂ ശ്രീഷ്മ. താങ്ക് യു. I have missed more than 9,000 shots in my career. I have lost almost 300 games 26 times. I have been trusted to take the game-winning shot and missed. I have failed over and over and over again in my life, and that is why I succeed. Yeah, thank you, Srishma. Thanks a lot. I have missed more than 9,000 shots. You just imagine, ഇത്ര കളിയിലെ ടോപ്പ് പ്ലെയർ എന്ന് പറയുന്ന ആള് 9,000 ഷോട്ട്സ് എങ്ങനെ മിസ്സാവണമെന്ന് അറിയാലോ. അതായത് മറ്റ് സഹതാരങ്ങൾ കളിച്ച് എന്താ പറയാ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന, അതായത് ആ സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ ഷോട്ട് 9,000 സമയം അദ്ദേഹം അത് മിസ്സാക്കിയിട്ടുണ്ട്. ഒരു 300 മത്സരങ്ങളും തോറ്റിട്ടുണ്ട്. നമ്മൾ ഇത്രയും ഇന്നിപ്പോ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ബാസ്കറ്റ് ബോളിന്റെ ഏറ്റവും ടോപ്പ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ സി ഓൺലി വൺ നെയിം, ദാറ്റ് ഈസ് ജോർദാൻ. ആ ജോർദാൻ പറയുന്നു, ഐ ഹാവ് ലോസ്റ്റ് ഓൾമോസ്റ്റ് 300 ഗെയിംസ്. ഇത്രയൊക്കെ സക്സസ് ആണെങ്കിൽ പോലും 300 ഗെയിംസ് തോറ്റിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 26 ടൈംസ് എന്താ പറയാ അദ്ദേഹം ഫൈനലിന്റെ വക്കിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഐ ഹാവ് ബീൻ ട്രസ്റ്റഡ് ടു 26 ടൈംസ് ഐ ഹാവ് ട്രസ്റ്റഡ് ടു ടേക്ക് ദ ഗെയിം വിന്നിംഗ് ഷോട്ട് ആൻഡ് ഐ മിസ്ഡ്. 26 പ്രാവശ്യം, അതായത് ആ ഒരു ഷോട്ട് എടുത്ത ആ ഗെയിം വിജയിക്കും. അതായത് കളിയുടെ ലാസ്റ്റ് മൊമെന്റിലുള്ള ഏറ്റവും ക്രൂഷ്യൽ ഷോട്ടിന് വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് ജോർദാൻ ആയതുകൊണ്ട് അത് പ്ലേസ് ചെയ്യും എന്ന് വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച 26 തവണ അദ്ദേഹം ആ ഷോട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ഫെയിൽഡ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ ഇൻ മൈ ലൈഫ് ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ സക്സീഡ്. ഞാൻ ഈ ഒരു പോയിന്റ് സത്യം പറഞ്ഞ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ടോപ്പിക് എടുത്തതിന്റെ ഒരു റീസൺ ഇതാണ്. കാരണം നമ്മളെല്ലാവരും, ഞാൻ അടക്കമുള്ള ആളുകൾ പരിശ്രമിക്കാത്തതിന്റെ ഏറ്റവും വലിയ റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ കരുതുന്നത് നമുക്ക് തോക്കാനുള്ള മനസ്സാണ്. അയ്യോ തോറ്റുപോയ എന്ത് ചെയ്യും, ഞാൻ ഇതില് നഷ്ടപ്പെട്ട എനിക്ക് എന്ത് സംഭവിക്കും, എന്റെ ലൈഫിൽ ഞാൻ ഒരു ഫെയിലിയർ ആവൂ, എന്റെ ജീവിതം അങ്ങനെ ഒരു ഫെയിലിയർ ആയിട്ട് മാറും, മറ്റുള്ളവർ എന്നെ കണ്ട എന്ത് വിചാരിക്കും, എനിക്ക് എന്താ പറയാ ഞാനിത് ട്രൈ ചെയ്തിട്ട് ഞാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് കരുതും, ഇങ്ങനെയുള്ള വലിയ ശക്തമായ ഒരു നെഗറ്റീവ് വികാരങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഒരിക്കൽ പോലും ലൈഫിൽ ട്രൈ ചെയ്യാത്തതും, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് ഒരു തവണ ട്രൈ ചെയ്ത് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് തിരിച്ചു പോകാത്തതിന്റെയൊക്കെ റീസൺ ഈ തോൽവിയാണ്. പക്ഷെ ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിക്കുന്ന ബാസ്കറ്റ് ബോളിലൊക്കെ ആളുകൾ ആരെ പോലെ ആവണം എന്ന് ചിന്തിക്കുന്ന മൈക്കിൾ ജോർദാൻ പറയുന്നു, ഐ ഫെയിൽ ടു ഗെറ്റ് അറൗണ്ട് 6,000 ഷോട്ട്സ് എടുക്കാനായിട്ട് ഞാൻ പറ്റുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഇതൊരു തെളിവാണ്. നമ്മൾ അത്ര വലിയ ഗുണമുള്ള അല്ലെങ്കിൽ അത്ര വലിയ ക്വാളിറ്റി ഉള്ള ആൾക്കാരെന്നല്ല. അതായത് ലോകത്ത് എടുക്കുന്ന എല്ലാവരും അതുപോലെ സക്സസ് അല്ല. ഇപ്പൊ നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കറെ തന്നെ പലപ്പോഴും ഒരു ലെജൻഡായിട്ട് നമ്മൾ വാഴ്ത്തുമ്പോൾ തന്നെ എത്രയോ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ പറ്റാതെ ചിലപ്പോൾ ഡക്കായിട്ടൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റൺ എടുത്തിട്ട് ഔട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 10 റൺ ഔട്ട് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം എടുക്കേണ്ട റൺസിലൊക്കെ ഫെയിൽ ചെയ്ത് എത്രയോ തവണ പോയിട്ടുണ്ട്. പക്ഷെ
അവരൊരിക്കലും പറയാമല്ലോ ഷേ വാട്ട് ഹാപ്പൻ, ദിസ് ഇസ് നോട്ട് ദ വൺ, ഐ തിങ്ക് എവരി വൺ ഈസ് എക്സ്പെക്ടിങ് ഗുഡ് ഫ്രം യു, പക്ഷെ ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്നുള്ളൊരു തോട്ട് ഒരിക്കലും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ദേ ബിക്കംസ് ലെജൻഡ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ലൈക്ക് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. രണ്ടാമത്തെ ഒരു ചിന്ത എനിക്ക് തോന്നിയത് എന്താണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ആണ്. ലൈക്ക് എക്സലൻസ് ഈസ് ബിൽറ്റ് ഓൺ ഫണ്ടമെന്റൽസ് ആൻഡ് റെൻറ്റ്ലെസ് വർക്ക് ആണ്. ഇത് നമ്മുടെ ഒരു എക്സലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ കിട്ടുന്നതല്ല. എക്സലൻസ് ഈസ് ഓൾ ബിൽറ്റ് ഓൺ ഫണ്ടമെന്റൽസ് ആൻഡ് റെൻറ്റ്ലെസ് ഓഫ് വർക്ക്. നമ്മളൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാതെ ഒരിക്കലും നേടും. ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റോറി പറഞ്ഞപ്പോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്. അദ്ദേഹമായിരുന്നു സ്കൂളിൽ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഏറ്റവും ആദ്യം പ്രാക്ടീസിന് വരുന്നത് അദ്ദേഹമായിരുന്നു. ഏറ്റവും അവസാനവും കളിക്കളത്തിൽ നിന്ന് പോകുന്നത് അദ്ദേഹമായിരുന്നു. കാരണം നേടണം എന്നുള്ളൊരു ഉറച്ച ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ആ ഒരു പവർ ഇല്ലാതെ ഒരിക്കലും നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ട്രെയിനിങ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും, ആക്ച്വലി ഞാൻ ഒരു ആത്മമിത്രയിൽ ഇപ്പോൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, അഡ്വാൻസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം. ഞാൻ ഇന്നലെ ഏകദേശം എനിക്ക് 11:30 ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പൊ ഇതൊരു ടോപ്പിക് സെലക്ട് ചെയ്തെങ്കിലും ഇതിന്റെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എഴുന്നേറ്റത് ഏകദേശം ഒരു 3:30 സമയത്താണ് ഞാൻ എഴുന്നേറ്റത്. അതിനുശേഷമാണ് ഞാൻ ഇത് ഫുൾ ഒരു തറോ റീഡ് ആക്കുന്നതും ഈ ഒരു PPT പ്രസന്റേഷൻ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. എന്റെ ഒരു എന്താ പറയാ, അതിരാവിലെയുള്ള ഒരു മണിക്കൂർ നേരത്തെ ഒരു ജോബാണ് നമുക്കൊരു കറക്റ്റ് ഒരു PPTയും ഇതിന്റെ ഒരു കണ്ടന്റും ഡെലിവറി ആകുന്നത്. സോ ദ തിങ് ഈസ് ദാറ്റ് ഞാൻ എന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, നോട്ട് ടു ഷോക്കേസ് ലൈക്ക് ഐ ഡിഡ് സംതിങ്. ഞാൻ പറഞ്ഞൊരു കാര്യം വെച്ചാൽ നമുക്ക് ഒരു കാര്യത്തിൽ എക്സൽ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുക്കാതെ ഒരാൾ പോലും ജീവിതത്തിൽ വിജയിക്കില്ല. അപ്പൊ നമ്മൾ ഓരോ ദിവസമുള്ള നമ്മുടെ പ്രാക്ടീസും ഓരോ ദിവസമുള്ള നമ്മൾ ചെയ്യുമ്പോഴും നമ്മളെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് വരും. നമ്മുടെ ബോഡിയിൽ സ്ട്രക്ചറിൽ ചേഞ്ച് വരും. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കുന്നത്. യു ക്യാൻ സീ, സോറി, എന്താണ്, ആരെങ്കിലും ഒന്ന് ഈ കോട്ടൊന്ന് വായിക്കാവോ? ആരെങ്കിലും ഫസ്റ്റ് കോഡ് ഒന്ന് വായിക്കാവോ? അയ്യോ, വായിക്കാൻ അറിയുന്ന ആരും ഇല്ല ഇവിടെ. Obstacles don't have to stop you. Yeah. If you run into a wall, don't turn around and give up. Figure out how to climb it, go through it, or work around it. If you do the work, you get rewarded. There are no shortcuts in life. Great. Thank you, Subramanian sir. Your voice, pace, everything is very nice to hear. Like, thank you so much, Subramanian sir. So, obstacles don't have to stop you. തടസ്സങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളൊരു ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ ചുറ്റും കിടന്ന് അയ്യോ എനിക്ക് മുമ്പിൽ ഒരു വാളാണ് എന്ന് പറഞ്ഞ് കരയാതെ എങ്ങനെ അതിൽ നിന്ന് ക്ലൈംബ് ചെയ്യാൻ പറ്റും, ഒരു ഫിഗർ ഔട്ട് ഹൗ ടു ഡു ഇറ്റ് എന്നുള്ളത് നിങ്ങളിപ്പോ ഈ ഒരു ഫോട്ടോ തന്നെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. എത്ര ഫീറ്റ് ആണ് അദ്ദേഹം താഴെ നിന്ന് ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. നമുക്കിതിന്റെ 4-1 പൊന്താൻ പോലും എനിക്ക് തോന്നുന്നില്ല നമുക്ക് പറ്റുന്നു. ആൻഡ് ലാസ്റ്റ് കോട്ട് ഹി സെഡ് ദാറ്റ്, ലൈക്ക് ഇതിൽ നമ്മൾ കണ്ടത്, ഇഫ് യു ഡു ദ വർക്ക് യു ഗെറ്റ് റിവാർഡഡ്. there are no shortcuts in life. നമ്മൾ പണിയെടുത്താൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് വി ഹാവ് ടു ഡു അവർ പാർട്ട് ഇൻ അവർ ലൈഫ്. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. വേർ ഗോഡ് ക്യാൻ ഡു ദ റിയൽ മാജിക് ഇൻ അവർ ലൈഫ്. മൈക്കിൾ ജോർദൻ എന്ന് പറയുന്ന വ്യക്തി സ്കൂൾ മത്സരത്തിൽ നിന്ന് പൊക്കത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ കുത്തിരുന്ന് പ്രാർത്ഥിക്കല്ല ചെയ്ത, ദൈവമേ എനിക്ക് കുറച്ചും കൂടി 4-5 പൊക്കം വേണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം, പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടാവും, അതിക്കാളുപരി അദ്ദേഹം ചെയ്തെന്താണ്, കോർട്ടില് ഏറ്റവും കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തി. സോ വാട്ട് ഹാപ്പൻ? അദ്ദേഹത്തിന്റെ ഷോട്ട്സ് റെഡി ആയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശരീരം പോലും അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി, പവർ
അദ്ദേഹത്തിന് ഗോഡ് ഹാസ് ഗിവൺ. സോ ലോ ഓഫ് അട്രാക്ഷൻ ഹാസ് ബ്രോട്ട് ഇറ്റ് സിൻസ് ഹി ഈസ് ഡൂയിങ് ഹിസ് വർക്ക്. പണിയെടുക്കാതെ ഒരുത്തനും നമുക്ക് എന്താ പറയാ അതിനകത്ത് ഒരു 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 സംഭവം ഉണ്ടാക്കാൻ പറ്റില്ല. ലൈക്ക് ക്രിസ്ത്യൻ കോൺസെപ്റ്റ് ആണ്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയൂടെ. ലൈക്ക് ഞങ്ങളുടെ ഒരു ബൈബിൾ പ്രകാരം മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്ന ഒരു ചടങ്ങ് പറയുന്നത്. ആ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണെന്നാ പറയുന്നത് ബൈബിളില്. ഐ ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ് ഇറ്റ്സ് റൈറ്റ്. കാര്യം നമ്മൾ എന്താ പറയാ പലപ്പോഴും മൈഗ്രേഷനിലൂടെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഇങ്ങനെ പരിണാമത്തിലൂടെ സംഭവിച്ചാണെന്നൊക്കെ ശാസ്ത്രം പറയുമ്പോൾ ഞാൻ ഇതൊരു തീമായിട്ട് മാത്രമേ, ഒരു മീമായിട്ട് മാത്രം എടുക്കുന്നുള്ളൂ. അതിൽ പറയുന്നത് ദൈവം മനുഷ്യനെ തന്റെ സ്വന്തം കൈകൾ കൊണ്ട് മണ്ണിൽ മെനഞ്ഞു അതിൽ നിന്ന് ശ്വാസം കൊടുത്തെന്ന് പറഞ്ഞു. സോ ഈവൻ നമുക്ക് കേൾക്കാതെ വെച്ചാൽ സോ ഹി ഹാസ് മെയ്ഡ് എ ഷേപ്പ് ആൻഡ് ഗീവ് ലൈഫ് ടു ദാറ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കരങ്ങൾ കൊണ്ട് നമ്മൾ പണിയെടുക്കുമോ, നമ്മുടെ കരങ്ങൾ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് God has a space to give life into that. ജീവൻ നൽകാനായിട്ട് ഒരു എന്താ പറയാ ഒരു ബെസ്റ്റ് പോസിറ്റിവിറ്റി നൽകാനായിട്ട് ദൈവത്തിന് സാധിക്കും എന്നുള്ള ഒരു വലിയ മെസ്സേജ് ജോർദാൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ആൻഡ് ഹി ഓൾവേസ് സേ ദാറ്റ് ദർ ഇസ് നോ അതർ ഷോർട്ട് കട്ട്സ് ടു വിൻ ഇൻ ലൈഫ്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെ വേണമെങ്കിലും നോക്കൂ. പലപ്പോഴും ബിസിനസ്സുകാരെ കുറിച്ച് പറയാറുണ്ട്. ബിസിനസ്സുകാര് ഭയങ്കര പൈസ ഉണ്ടാക്കുന്നു, സോ ദേ ആർ വെരി റിച്ച്, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾ ആരെങ്കിലും അടുത്ത് ബിസിനസ്സുകാരുടെ ലൈഫ് കണ്ടിട്ടുണ്ടോ? എത്ര പേര് ബിസിനസ്സുകാരുടെ ലൈഫ് അടുത്ത് കണ്ടിട്ടുണ്ട്? ആരെങ്കിലും ബിസിനസ്സുകാരൊക്കെ അറിയാവുന്നവർ അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് കണ്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും? ആരുമില്ലേ? ആരെങ്കിലും ബിസിനസ്സുകാരുടെ ലൈഫ് എങ്ങനെയായിരിക്കും? എന്റെ ഫാദർ ഇൻ ലോ ബിസിനസ് ആയിരുന്നു. പക്ഷേ Yeah. ദേവർ ലോട്ട്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പം എങ്ങനെയാ വെച്ചാല് ദേ നോ, രണ്ട് ലെവലും അറിയാം. ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ വൈഫിന് കിട്ടി. ദർ ഇസ് ലോട്ട് ഓഫ് ആംബിഗ്വിറ്റി. കാരണം നാളെ എന്തായിരിക്കും, നാളത്തേക്കുള്ള പൈസ ഉണ്ടാവുമോ, ആ ഒരു എന്താ പറയാ, നമ്മളിപ്പം നമ്മൾ കിടക്കുമ്പോൾ നാളെ രാവിലെ എണീക്കുമെന്ന് അറിയില്ലല്ലോ. അതേപോലെയാണ് നമ്മൾ ചില സമയത്ത് ഹൗ ടു ഗെറ്റ് മണി ഫ്രം പീപ്പിൾ എന്നുള്ള ആ ഒരു ഇതുണ്ടാവും. ബട്ട് നിങ്ങൾ പറഞ്ഞ മാതിരി ബിലീവ് ഇൻ യുവർ സെൽഫ്, ദാറ്റ് ഇസ് ദ ഓൺലി വേ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സുബ്രഹ്മണ്യൻ സർ. സോ വാട്ട് ഐ ട്രൈങ് ടു ടെൽ യു ദാറ്റ് അവരുടെയൊക്കെ ലൈഫ് ഞാൻ നേരിട്ട് കാണാറുണ്ട്. ലൈക്ക് ഐ ആം എ വർക്കർ, ബട്ട് എന്റെ മുതലാളിമാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല അവർ ഉറങ്ങുന്നത് പലപ്പോഴും. ഇൻ ദ സെൻസ് അവര് മിക്കവാറും ട്രാവലിലായിരിക്കും. സോ വൺ പ്ലേസ് ടു അനദർ പ്ലേസ്, ഈവൻ ദോ ദേ ആർ ടേക്കിംഗ് സം റെസ്റ്റ് അറ്റ് ഓൾ. ഇപ്പൊ യൂസഫ് അലി ആണെങ്കിലും, സോ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് നോക്കി അറിയാൻ പറ്റും. സോ ദേ ആർ ഓൾവേസ് സറൗണ്ടഡ് വിത്ത് പീപ്പിൾ. അവർക്ക് പേഴ്സണൽ ടൈം ഇല്ല, പ്രൈവറ്റ് ടൈം ഇല്ല. ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോയി നമ്മൾ ആരും മൈൻഡ് ചെയ്യില്ല. ഇപ്പം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് നോക്കും. സോ അവരിപ്പോ ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടി അവർ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇപ്പം കുറച്ച് ദിവസം ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് വന്ന ഫുൾ സ്ട്രെസ് ആണ് പത്രക്കാര്, അതുപോലെ തന്നെ ചുറ്റുമുള്ള ആൾക്കാര്, ഒരുപാട് പ്രൊഡക്ഷൻ സ്റ്റാഫ്, സെക്യൂരിറ്റീസ്. സോ അവര് ആ ഒരു സക്സസിലേക്ക് അവർ വരുന്ന സമയത്ത് തന്നെ അവരുടെ ലൈഫ് തന്നെ കൊടുത്തിരിക്കുന്നത്. സോ ദേ ഹാവ് ഗിവൺ ദിയർ ലൈഫ്. അവരുടെ പ്രൈവറ്റ് ടൈം എത്രയോ, ഇപ്പം ഇദ്ദേഹത്തിന്റെ ഒക്കെ ഫാദർ ഇൻ ലോനോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇവൻ ബഷീർ സാർ ഈസ് ഓൾസോ വൺ ഓഫ് ദ ബിസിനസ് മാൻ. ലൈക്ക് ഈ ഒരു വലിയൊരു ടെൻഷൻ ഉണ്ട്, നാളെ എന്ത്, ഈ ബിസിനസ് പൊട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യും, ചിലപ്പോൾ കിടപ്പാടം വരെ പോകും. സോ ദേ ഹാവ് എന്താ പറയുക ടേക്ക് എ ലോട്ട് ഓഫ് റിസ്ക് ഇൻ ദെയർ ലൈഫ്. ആ റിസ്ക് എടുത്തിട്ടാണ് അവരൊരു ബിസിനസ് ചെയ്യുന്നത്. ഒരു പുതിയൊരു ബിസിനസ്സിലേക്ക്, ഒരു ഡീലിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവര് അത്രയും റിസ്ക് എടുത്തുകൊണ്ടാണ് അവര് അത്രയും പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ് എപ്പോഴും എന്താ പറയാ ഒരു 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 എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രത്തോളം ലക്കിന് സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. നമ്മുടെ ലക്ക് ഇരിക്കുന്നത് നമ്മുടെ ഹാർഡ് വർക്കിൽ, നമ്മുടെ എഫേർട്സിനാണ്. സോ ഓൾവേസ് വി നീഡ് ടു ഗിവ് എ സ്പേസ് ടു വർക്ക് സംതിങ് ഫ്രം ദ ഗോഡ്. So that is the second point I want to discuss. And third point, I would like to mention that so the power of കോമ്പറ്റിറ്റീവ് ആൻഡ് ഫോക്കസ് മൈൻഡ് സെറ്റ്. നമ്മൾ ജീവിതത്തിൽ ജോർദാൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ട് പോവാം, അതുപോലെ തന്നെ എന്താ പറയാ ഒരു ഫോക്കസ്ഡ് ആയിട്ട് പോവാന്നുള്ളതാണ്. He didn't just want to win, he needed to prepare to win. He blocked out distractions, criticism. അതായത് എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് തന്നെ തിരിച്ചറിയാം എത്രയോ എക്സ്പെക്റ്റഡ് ആയിട്ട്. നമുക്കറിയാം ഒരു
ഒരു സക്സസ്ഫുൾ ആൾക്ക് അതിൽ നിലനിൽക്കാൻ ഇറ്റ്സ് ടു ടഫ്, ഭയങ്കര ടഫാണ്. നമുക്കറിയാം ഒരു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇപ്പോ വി ആർ ഓൾ ഹാപ്പി ഫോർ ഹിം. ലൈക്ക് ലാസ്റ്റ് ഒരു 3 മൂവി അദ്ദേഹത്തിന് 100 crores മുകളിൽ പോയി. എമ്പുരാൻ, എനിക്ക് തോന്നുന്നു ഹൃദയപൂർവ്വം, ആൻഡ് വൺ മോർ മൂവി തുടരും. ഈ 3 മൂവീസും സക്സസ് ആയി. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് ഒരു ഈ 2025 മുമ്പുള്ള ഒരു 2024-23 ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയധികം പഴി കേട്ട, ഇത്രയധികം തെറി കേട്ട, എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് ശേഷം ഇത്രയധികം ടീസ് ചെയ്യപ്പെട്ട ഒരു വലിയ സൂപ്പർ സ്റ്റാർ ഉണ്ടാവില്ല. ഈവൻ ദോ ഹി ഹാസ് ഡൺ വണ്ടർഫുൾ മൂവി, ഫാന്റാസ്റ്റിക് മൂവി. നമുക്കറിയാം ആദ്യത്തെ 50 crore മൂവി പുള്ളിയുടെയാണ്, ആദ്യത്തെ 100 crore മൂവി പുള്ളിയുടെയാണ്, ആദ്യത്തെ 200 crore മൂവി അദ്ദേഹത്തിന്റെയാണ്, ആദ്യത്തെ 300 crores മൂവി ഓൾസോ ഇറ്റ്സ് എ റെക്കോർഡ് ഇസ് വിത്ത് ഹിം. പക്ഷെ അത്രയുമായിട്ട് പോലും ആളുകൾ അദ്ദേഹത്തെ പിച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പക്ഷെ the same lesson we can learn from Mohanlal, he's always calm. അപ്പോൾ ആളുകളൊക്കെ എത്ര ക്രിട്ടിസൈസ് ചെയ്താലും he never look into that. ലൈക്ക് ഇപ്പം ഞാനിങ്ങനെ പല ഇന്റർവ്യൂസും കാണുമ്പോൾ തുടരുവിന്റെ ഇന്റർവ്യൂലൊക്കെ തരുൺ മൂർത്തി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ഫേസ്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തെ തെറി വിളിച്ചുള്ള മെസ്സേജ് കാണുമ്പോൾ തരുൺ മൂർത്തിയോട് ഈ മോഹൻലാൽ പറയും, എടാ ഇയാളൊക്കെ എന്നെ തെറി വിളിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാ ഇയാളോട് ചെയ്ത്? ഇങ്ങനെ വെറുതെ തെറി വിളിക്കുമ്പോൾ മോഹൻലാൽ ചോദിക്കായിരുന്നു, സോ വാട്ട് ഐ ഹാവ് ഡൺ ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ നെക്സ്റ്റ് സ്ക്രോൾ. സോ ദ തിങ് ഈസ് ദാറ്റ് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ലൈക്ക് മൈക്കിൾ ജോർദൻ, ദേ വിൽ നെവർ ലുക്ക് ഇൻ ടു ദ ക്രിറ്റിസിസം. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളത് അവരുടെ ഒരു 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 ഇതേയല്ല. അവരെപ്പോഴും ചിന്തിക്കണമെന്ന് വെച്ചാൽ വാട്ട് ക്യാൻ ഐ ഇംപ്രൂവ്. നമ്മൾ പലപ്പോഴും ക്രിറ്റിസിസം നേടുമ്പോൾ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയും. ഞാൻ പല ആളുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരും അല്ലാത്തവരും എൻ്റെ ലൈഫിലുള്ള ആൾക്കാരും ഞാൻ പോലും, നമ്മൾക്ക് ഒരു ക്രിറ്റിസിസം വരുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നത്, അവര് ടേക്ക് ഇറ്റ് എസ് പേഴ്സണൽ എന്ന് പറയും. ഒരു നല്ലൊരു ബുക്ക് ഉണ്ട്, ആ ബുക്കിന്റെ പേര് മാഗ്നസ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ ബുക്കാണ്. അതിലധികം പറയുന്ന ഒരു കാര്യം, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. നിങ്ങൾ അതിൽ ഹൃദയത്തിലേക്ക് നിങ്ങളൊരു പേഴ്സണൽ ആയിട്ടല്ല എടുക്കുന്നത്, മറിച്ച് യു ഹാവ് ടു സീ ദാറ്റ് ഈസ് ദർ എനിത്തിങ് to be corrected from my side. Why they criticize me? What I can do from my side. എന്റെ സൈഡിൽ നിന്ന് എന്താ ചെയ്യാനുള്ളത്, എനിക്ക് എന്താ കറക്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പൊ ജോർദനൊക്കെ ചെയ്തൊരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ മാച്ചുകൾ മിസ്സാവുമോ, അദ്ദേഹത്തിന്റെ കളികൾ മിസ്സാവുന്ന സമയത്ത് അദ്ദേഹം അയ്യോ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത്രയും ഞാൻ സക്സസ് ആയിട്ട് ഇന്നും അദ്ദേഹം എപ്പോഴും ഫോക്കസ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് എവിടെയാണ് പഠിച്ചത്, വേർ ഐ ക്യാൻ ഇംപ്രൂവ് മൈ സ്കിൽ, ഞാൻ അതിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് മാച്ച് ഹി ഹാസ് പ്രൂവൺ. മോഹൻലാലൊക്കെ ചെയ്യുന്ന പോലെ, മോഹൻലാൽ മമ്മൂട്ടി അല്ല, ലെജൻസ് ഒക്കെ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നത്, അവരൊരിക്കലും അവരുടെ ഫെയിലിയറിലേക്ക് നോക്കി കരയാറില്ല. ബട്ട് ദേ ഓൾവേസ് ലേൺ ഫ്രം ദാറ്റ് ഫെയിലിയർ. മൈക്കിൾ ജോർദാന്റെ ഫസ്റ്റ് കോട്ട് നമ്മൾ കണ്ടു, ലൈക്ക് വാട്ട് ഹി ഹാസ് സെഡ്, ലൈക്ക് ഇത്രയും ഞാൻ തോറ്റു, അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്. എത്ര പേർക്ക് തോക്കാൻ പറ്റും? എത്ര പേർക്ക് തോക്കാനുള്ള മനസ്സുണ്ട്? തോക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ ആരും ജയിക്കാൻ. നമ്മളൊരു ആവറേജ് ആയി പോണതിന്റെ കാര്യം, വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി റിസ്ക് ഇൻ അവർ ലൈഫ്. ദാറ്റ്സ് വൈ വി ഫെയിൽ. നമ്മൾ ഓരോ നിമിഷങ്ങളെയും പേടി കൊണ്ട്, വിഷമം കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടാവുന്ന എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്ന മേഖലകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഐ വിൽ ഷെയർ one or two of his quotes. So who is going to read? എനിക്ക് ഇതൊന്നും ആരാ വായിക്കാം? നേരത്തെ വായിക്കാത്ത ആരെങ്കിലും ഒന്ന് വായിക്കാവോ? Never say never, because limits like fears are often just an illusion. To learn to succeed, you must first learn to fail. Thank you, Bashir sir. Never say never, because limits like fears are often just an illusion. To learn to succeed, you must learn to fail. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ലിമിറ്റ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സാധനം ഒരു ഇല്യൂഷൻ, എന്താ പറയാ, ഒരു മായാജാലം മാത്രമാണ്. നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ വിചാരിക്കും, ഓക്കെ ഐ ഹാവ് അച്ചീവ് ദിസ് മച്ച്, അല്ലെങ്കിൽ ഐ ഹാവ് അച്ചീവ് ഈ ഒരു കാര്യം നമ്മൾ നേടിയെടുത്തു എന്നുള്ളത് തോന്നണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ലെവലിലേക്ക് എത്തണം. അതെങ്ങനെ നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റും? ഓൺലി തിങ് ഈസ് ദാറ്റ് ഡു യുവർ ഹാർഡ് വർക്ക്, ഡു യുവർ ബെസ്റ്റ്. ആ റൈറ്റ് ടൈമിൽ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ആ ഡോസ് വിൽ ഓപ്പൺ ഫോർ യു.
നമ്മൾ പലപ്പോഴും ഈ പിറകോട്ട് അടിക്കുന്നതുകൊണ്ടാണ് ഡോറുകൾ നമുക്ക് മുമ്പിൽ തുറക്കാത്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടുണ്ട്. ശരിക്കും ആ കോട്ട് എഴുതി ആരാന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ കണ്ടത് ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗാണ്. നിങ്ങള് ഒരു പാറ അടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പാറയില് കൂടം കൊണ്ട് 1 തട്ടി പൊട്ടിയില്ല, 2 തട്ടി 3 തട്ടി അത് പൊട്ടിയില്ല, 10ഉം 15ഉം തട്ട് തട്ടിയിട്ടും പൊട്ടിയില്ല. 50ാമത്തെ അടിയിലും പാറ പൊട്ടിയിട്ടില്ല. 65ാമത്തെ അടിയിലാണ് ആ പാറ പിളർന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ 65ാമത്തെ അടിയാണ് ആ പാറയെ പിളർത്തിയത്? ഒരിക്കലുമല്ല. നിങ്ങൾ അടിച്ച ഓരോ അടിയും ആ പാറയെ പിളർത്താൻ വേണ്ട വലിയ ഊർജം കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഓരോ 65 അടിയും ചേർന്നാണ് ആ പാറയെ പിളർന്നത്. നിങ്ങള് പാറ പിളർന്ന് കാണുന്ന 65ാമത്തെ അടിയിലായിരിക്കും. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? നമ്മൾ എടുക്കുന്ന ഓരോ എഫേർട്സും നമ്മുടെ ലൈഫിൽ സക്സസിലേക്കുള്ള ഒരു പ്രയാണമാണ്. അപ്പൊ അതിന് നമ്മൾ ഒരു അടി അടിച്ച് പൊട്ടില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രൈ ചെയ്ത് പൊട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അയ്യോ ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നമ്മൾ ബാക്ക് ഔട്ട് ചെയ്യുമ്പോൾ 50ാമത്തെയോ 60ാമത്തെ അടിയിൽ പൊട്ടാവുന്ന പാറ പൊട്ടൂല, ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലോക്കാണ് എന്ന് പറഞ്ഞ് അതിട്ട് തൊട്ട് താഴെ ഇരുന്ന് കരയാൻ വിധിക്കപ്പെട്ട വെറും പാവങ്ങളായിട്ട് നമ്മൾ മാറും. ആ കരയുന്നവരാരും ലോകം ശ്രദ്ധിക്കാറില്ല. ആ കരയുന്നവരാർക്കും വേണ്ടതാണ്. കാരണം നമ്മൾ വിജയിക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെ വിജയിക്കുകയും അതിലൂടെ അവർ സന്തോഷത്തിലേക്ക് നേടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ അർപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം, മൈക്കിൾ ജോർദനെ പോലെ തോൽക്കാനായിട്ടുള്ള, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക് എടുത്തത്, തോൽക്കാനുള്ള ഒരു മനസ്സ്. എത്ര തോറ്റാലും ആ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാനും നമ്മുടെ ഒരു ഡ്രീമിലേക്ക് നടക്കാനുള്ള ഒരു വലിയ ഊർജം ഇദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് തരും. അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലിമിറ്റ് ആണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും, ഈവൻ ഇൻക്ലൂഡിങ് യുവർ ബോഡി, ഇൻക്ലൂഡിങ് യുവർ ഫിസിക്കൽ ചേഞ്ച്, ഇൻക്ലൂഡിങ് യുവർ ബ്രെയിൻ കപ്പാസിറ്റി, എല്ലാം മാറുകയും നിങ്ങളുടെ ലൈഫ് തന്നെ ഏറ്റവും വലിയൊരു ഇതിലേക്ക് മാറുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് യൂസഫ് അലിയെ കുറിച്ച് നോക്കുമ്പോൾ അറിയാം, അദ്ദേഹത്തിന്റെ ഒക്കെ പല ഡോക്ടറേറ്റ്സും പല യൂണിവേഴ്സിറ്റികളും വിളിച്ചു കൊടുക്കുകയാണ്. മോഹൻലാല് ബികോമിന് ശേഷം പഠിക്കാൻ പോയിട്ടില്ലെങ്കിലും ഒരുപാട് ഡോക്ടറേറ്റ്സുകൾ പല യൂണിവേഴ്സിറ്റികളും വിളിച്ചു കൊടുക്കുകയാണ്. കാരണം ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവരെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ബിസിനസ് മാനേജ്മെന്റ് തിയറങ്ങൾ അവർ കാണിച്ചു കൊടുത്തു. ബിക്കോസ് ദ നോളജ് ഈസ് കമ്മിങ് ഫ്രം ഗോഡ്. ആൻഡ് ആ ഒരു ഇതിലേക്ക് വരണമെങ്കിൽ വി ഹാവ് ടു ആക്ട് ഓൺ അവർ ലൈഫ്. എല്ലാവർക്കും അങ്ങനെ ചെയ്യാനായിട്ടുള്ള വലിയ അവസരങ്ങൾ ഉണ്ടാവട്ടെ. ഓരോ പരാജയത്തെയും വിജയത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് മൈക്കിൾ ജോർദൻ പ്രചോദനമാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക്സ് അ ലോട്ട്. ഓക്കെ, താങ്ക് യു ഓസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. സോ ടീം എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാം? മാജിക് മോർണിംഗ്. യെസ് ബഷീർ സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. ഓസ്റ്റിൻ സർ ഇഷ്ടപ്പെട്ട ക്ലാസ്. നല്ല നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരാ, ഹാർഡ് വർക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും വേണം. അപ്പോൾ സച്ചിൻ തെണ്ടുൽക്കറെ ബുക്ക് ഞാൻ വായിച്ചപ്പോൾ അതിൽ ചെറുപ്പം മുതലേ ഡെയിലി 200 ബോള് ഫേസ് ചെയ്യും നെറ്റ് പ്രാക്ടീസിൽ. അതായത് ഒരു ഇന്റർനാഷണൽ ഗെയിമിൽ തലേന്നൊരു ഡബിൾ സെഞ്ചുറി എടുത്താലും തിരക്കേടില്ല, ഡക്കായാലും തിരക്കേടില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യും. അത് കളിയിൽ നിന്ന് അയാള് ഫീൽഡിന് റിട്ടയർ ആകുന്ന വരെ ഇപ്പോഴും അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെയാണ് ഇപ്പൊ റൊണാൾഡോ 5 മണിക്ക് പുലർച്ചെ 5 മണിക്ക് എന്നാലും അയാൾ ഗ്രൗണ്ടിൽ ഉണ്ടാവും പ്രാക്ടീസ് ചെയ്യും. അവർക്കൊന്നും പ്രാക്ടീസ് അതാണ് അവരുടെ മെയിൻ പോളിസി, അതാണ് അവരുടെ സക്സസ്. സാറ് പറഞ്ഞ മാതിരി 64 അടിയിലും പാറ പൊട്ടിയില്ല, 65ാമത്തെ അടിയിൽ എത്തണമെങ്കിൽ ഈ 64 അടീന്റെ സ്ട്രഗിൾ നമ്മൾ സഹിക്കണം. അതാണ് എൻ്റെ ഒരു വലിയൊരു തെളിവ്. താങ്ക് യു സർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. മൈക്കിൾ ജോർജ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു ബഷീർ സർ, താങ്ക് യു സോ മച്ച്. ഇതിലെ ജിജീഷ് ന്യൂ മെമ്പർ ആണോ? ജിജീഷ്
ന്യൂ മെമ്പർ ആണോ? ഒന്ന് Yes. unmute അതെ ചെയ്യാമോ? അതെ അല്ല, ഞാൻ ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്നേ, ഓക്കെ പിന്നെ ഇപ്പൊ രണ്ടാമത് ജോയിൻ ചെയ്തതാണ്. ഓക്കെ സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ഒന്നുകൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓ, ഞാന് കൊടുവള്ളി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഓക്കെ ഞാന് ഇപ്പോ ഇതിലുള്ള നമ്മളെ കുറെ ആളുകളെ മുന്നേ പരിചയമുണ്ട് ഇതില് ബി മാജിക്കിൽ വന്നിട്ട് തന്നെ. പിന്നെ ഒരു കാർപ്പൻ്ററാണ് ഞാൻ. ഇപ്പൊ രണ്ടാമത് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ ഓക്കെ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സന്ധ്യ ശ്രീജിത്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ. യെസ് ന്യൂ മെമ്പർ ആണോ മാം? അല്ല, ഞാൻ ജോയിൻ ചെയ്തിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞതാണ്, 3-4 ദിവസമായി. ഓക്കെ ഫൈൻ. ഓക്കെ സെഷന്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. നിങ്ങളിപ്പം അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ, മാജിക് മോർണിംഗ് ടു ഓൾ. ഞാൻ അതിന്റെ ഫസ്റ്റ് ബിഗിനിങ് എനിക്ക് ജസ്റ്റ് മിസ്സായി, വൈഫൈ കട്ടായതുകൊണ്ട്. പിന്നീട് കണ്ടിന്യൂസ് കേട്ടിരുന്നു. നല്ല സെഷൻ ആയിരുന്നു, ഭയങ്കര വണ്ടർഫുൾ സെഷൻ. സാറിന്റെ ആ ടോക്ക്, എന്താ പറയാ, കുറെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ടോക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയി ഫീൽ ചെയ്തു. നല്ല താങ്ക് യു സർ. Thank you so much. Thanks a lot. ഓക്കെ സന്ധ്യ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ അപ്പൊ ബാക്കിയുള്ളവർക്ക് പറയാം. ശ്രീഷ്ണ മാം. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. ഓസ്റ്റിൻ സാറിന്റെ ഇന്നത്തെ ടോപ്പിക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇയാളെ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഹസ്ബൻഡിനോട് ചോദിച്ചു ഇത് ആരാണ്. അപ്പൊ സാർ എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് കിട്ടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എയർ ജോർദാൻ എന്ന് പറഞ്ഞൊരു ഷൂവിന്റെ ബ്രാൻഡും ഇൻട്രൊഡ്യൂസ് ആയത് ഈ ഒരു മൈക്കിൾ ജോർദാന്റെ ഒരു കരാർ ഒപ്പിട്ടതോടുകൂടി എന്നിട്ടുള്ളത് ഇപ്പൊ എനിക്ക് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ നൈക്കിന്റെ ഒരു വളർച്ചയും ജോർദാന്റെ ആ ഒരു എന്താ പറയാ വളർച്ച പോലെ തന്നെയാണ്. ആ ഒരു ഷൂവിന് ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ 8,000 ആണ്. ആ ഷൂവിന്റെ ഒരു ലോഗോ ഈ ജോർദാൻ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു എംബ്ലമാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് പോലും. ഇതൊന്നും എനിക്കിപ്പോ സാർപ്പ ഒരു ടോപ്പിക് പറഞ്ഞപ്പോ സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാണ്. താങ്ക് യു സർ. Thank you so much. Thanks a lot. താങ്ക് യു ശ്രീഷ്ണ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഓസ്റ്റിൻ സർ, Hi. നല്ല ക്ലാസ് ആയിരുന്നു സർ. ആദ്യം കുറച്ച് ഭാഗം ഒന്ന് മിസ്സായിപ്പോയി, കട്ടായിപ്പോയി, കയറാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് വളരെ വിഷമത്തോടു കൂടിയാണ് പിന്നീട് കേട്ടോ, ആദ്യത്തെ ഭാഗം കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തും നേടാൻ പറ്റും എന്നുള്ളത് നല്ല ഉദാഹരണ സഹിതം പറഞ്ഞു തന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു സർ. Thank you, Shani ma'am. Thanks a lot. ഓക്കെ താങ്ക് യു ഷൈനി മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ അപ്പം ഇനി എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലെ? ആർക്കെങ്കിലും ഇനി ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട് വരാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പേടികളൊക്കെ പോട്ടെ, ജസ്റ്റ് ഫെയിലിയർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് ഒക്കെ സംസാരിച്ച് നല്ലതായിരിക്കും. യെസ് ഓക്കെ, അപ്പം ഒരു ടോപ്പിക് കണ്ടപ്പോ ശ്രീഷ്ണ മാം അതിനെ കുറിച്ച് സെർച്ച് ചെയ്തു അല്ലേ? അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കാണുമ്പോൾ നമ്മളാണെങ്കിൽ അതിനെ കുറിച്ച് നോക്കാറുണ്ട്, ഞങ്ങളാണെങ്കിൽ പോലും സെർച്ച് ചെയ്യാറുണ്ട്. ഓക്കെ അപ്പം എല്ലാവരും അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ദെൻ നല്ലൊരു സെഷനാണ് ഇന്ന് ഓസ്റ്റിൻ സാർ എടുത്തിട്ടുള്ളത്. നല്ലൊരു ഇൻസ്പയറിംഗ് സെഷൻ തന്നെ ആയിരുന്നു. സോ എന്ത് ചെയ്യാം, നമ്മളിത് മാക്സിമം നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ ഇത് നമ്മളാ സ്പോർട്സിന്റെ ഒരു ആളായത് കാരണം എനിക്ക് യൂഷ്വലി അറിയാൻ വഴിയില്ല, ഞാൻ ആ ഒരു ഇത് കാണാറില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചു ഇത് ആരാണ്, ഓസ്റ്റിൻ സാറിന് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ഏതോ വലിയ ആളാന്ന് തോന്നുന്നു. അപ്പൊ ഹസ്ബൻഡാണ് പുള്ളിന്റെ സ്റ്റോറി പറഞ്ഞു തന്നത്. അപ്പൊ ഈ ഷൂവിന്റെ കാര്യം പറഞ്ഞോന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞിട്ട് അത് കുറച്ചും കൂടി ഇൻസ്പയറിംഗ് ആണ്, എയർ ജോർദാൻ അതിന്റെ ഒരു വളർച്ചയും കൂടിയാണല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നതാണ് ഹസ്ബൻഡ്. ഓക്കെ എനിവേ താങ്ക് യു ശ്രീഷ്ണ മാം, താങ്ക് യു സോ മച്ച്. Okay, thanks. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.
സോ ഈ ഒരു ഇൻസ്പയറിംഗ് സെഷൻ എടുത്തിട്ടുള്ള ഓസിൻ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു ഓൾ. താങ്ക്